You dubbed for Mamuka. I think the last year one of the best experiences in my life. Sound engineer തൊട്ട് ബാക്കിൽ നമുക്ക് നിൽക്കും ഇങ്ങനെ മറ്റേ ചെയറിൽ കൈ വെച്ചിട്ട്. So he's directing me. അപ്പോൾ ഞാനിങ്ങനെ അത് വെച്ചിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണത്? I'm like അത് ജോസഫ് അലക്സ് അല്ലേ? Please don't take it out on the wrong person. Maafi police, maafi mushkil. Careful ha. 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 ആ സാധനം എനിക്ക് വരില്ല. അപ്പോൾ 2 ദിവസം 4 ദിവസം 2 ജ്യൂസ്. ആ ഒരു കാലം. Blessed times. Actually ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. I make sure that I say it the right way. And ഏത് ഭാഷയായാലും ലൈക്ക് ഒരു ലൈൻ ആയിരിക്കും. റഷ്യനിൽ ലൈക്ക് there was a line I used in a video. Keerthi via the bushka. Turkish ഞാൻ പഠിച്ചു മറ്റേ. മെട്രോയുടെ the voice use. Yeah. المحطة القادمة هي الغبيبة. الأبواب تغلق. Doors closing up. Vidamatte. It is not every day that we come across someone who say yes to a beginner channel. I was so excited to meet this person. Let me welcome onto the show Ahmad, welcome to Njan Vidamatte by Keerthi. ആ ഇൻട്രൊഡക്ഷൻ ഇടയിൽ ഞാൻ സിപ്പ് എടുത്തു, ആ സൗണ്ട് ഒന്നും എനിക്കറിയില്ല. Not a problem. So അഹമ്മദ് അൽ കാഷിഖ്, ഈ പേര് കേട്ടപ്പോൾ എന്നോട് ഇവിടെ എല്ലാവരും ചോദിച്ചു അറബാണോ, നിങ്ങൾ അറബിയിലാണോ സംസാരിക്കാൻ പോകുന്നത്? അല്ല, ശരിക്കുള്ള പേര് അതിലും വലിയൊരു പേരാണ്. പക്ഷേ യുനോ നമ്മൾ ബയോ വായിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എവറി ഇൻ്റർവ്യൂ ദേ സ്റ്റാർട്ട് വിത്ത് യുവർ ബയോ. വെൻ യു റീഡ് യുവർ ബയോ ദർ ആർ സോ മെനി തിങ്സ്. യു ആർ എൻ ആക്ടർ, യു ആർ എ സിംഗർ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്, ആസ്ട്രോണമർ ആണ്, സ്പേസ് സയൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ആലോചിച്ചത് എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ റീടേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതെന്താണ് ശരിക്കും? അതും കൂടെ ഒന്ന് ആഡ് ചെയ്യായിരുന്നു പ്രൊഫൈലിൽ. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് യു ഡു? Entrepreneurship. Yeah. So I run my family business. That is one. And then inside I do my marketing agency. Okay. ഞാൻ ഈ മൾട്ടി ടാസ്കിന്റെ ഒരു കാര്യത്തിലേക്കൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ സാധാരണ വരുന്ന ഗസ്റ്റിന്റെ അടുത്ത് എന്തുകൊണ്ട് വിശേഷം ഇതൊക്കെ ചോദിച്ചു തുടങ്ങുന്നത്. ബട്ട് വിത്ത് യു ഐ വോണ്ട് ടു സേ ഒരു ടാസ്ക് ആണ് ഞാൻ ആദ്യം തരാൻ പോകുന്നത്. ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. ഇത് നമുക്ക് അറബിക്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ വിടമാട്ടെ ബൈ കീർത്തി ആണോ? ബൈ കീർത്തി വെച്ചോ സൈഡില്. ഓക്കെ. ബൈ കീർത്തി എന്റെ പേരാ. ഞാൻ വിടമാട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാത്രമല്ലേ? ഓക്കെ. മാ ബഖലീക്കും ബിറിആയത്ത് കീർത്തി. ഓക്കെ. ആ ഇത് ഞാൻ എഴുതി എടുത്തോളാം. എന്നിട്ട് ഞാൻ ചിലപ്പോൾ പേറ്റന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഓരോ വീഡിയോയിൽ ഓരോ വ്യൂസിൻ്റെ ശതമാനമായിട്ട് എനിക്ക് പൈസ വേണം. അങ്ങനെ വെറുതെ ഓസ്റ്റിന് ഉപയോഗിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിംഗ് എന്തോ തള്ളിയല്ലോ, ഞാൻ ഹമ്പിളാണ്, സപ്പോർട്ട് ചെയ്യാൻ നോക്കി. നോ സീരിയസ്ലി, ബിക്കോസ് കാരണം വെച്ചാൽ എൻ്റെ പേജ് ഇപ്പം ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഇന്റർവ്യൂയിങ്, ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് വെൻ ഐ ജസ്റ്റ് കോൾഡ് ഇറ്റ്സ് യു സെഡ് യെസ് ഐ എം റെഡി ഫോർ ദി ഇന്റർവ്യൂ ആൻഡ് ഐ വാസ് സോ ഹാപ്പി. കാരണം ഞാൻ വായിക്കുന്ന കമന്റ്സിൽ 2-3 കമന്റ്സിൽ ദ മോസ്റ്റ് തിങ് പീപ്പിൾ സേ അബൌട്ട് യു ഇസ് അബൌട്ട് ബീങ് ഹംബിൾ. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ അഹമ്മദിന്റെ തല കണ്ടാലും ഏത് സ്ഥലത്ത് കണ്ടാലും ചോദിക്കുന്ന അവിടെ ഒരു ഡിബേറ്റ് നടക്കും. ഇറ്റ്സ് നോട്ട് മലയാളി, ഇത് മലയാളിയേ അല്ല, ഈ ഖത്തരിയാണ്, എമിറാറ്റിയാണ്, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പച്ച മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കും നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രം. ആൻഡ് ഇവിടെ ദുബായിൽ ഇപ്പം എത്ര വർഷം? ഇവിടെയാണ്. ഫാമിലി ഒക്കെ ഇവിടെ തന്നെ. Dad came here in the 80s, early 80s. So I think 79, 80s അമ്മിനോ വാപ്പ വന്നിരുന്നു ഇവിടെ. എന്നിട്ട് he brought mom and then നമ്മളെല്ലാവരും ഇവിടെ തന്നെ ജനിച്ചു വളർന്ന സിബ്ലിങ്സ് എല്ലാവരും. അപ്പം ഈ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ലൈക്ക് നാടുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ വെക്കേഷന് പോവാ തിരിച്ചു വരാ അത് മാത്രമാണ്? ഞാൻ യൂഷ്വലി നാട്ടിൽ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. ഒന്ന് 2ാം ക്ലാസ്സിലും ഒന്ന് 7ാം ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോണത് ഇറ്റ്സ് ആഫ്റ്റർ ഐ ബിക്കെയിം ലൈക്ക് ജോലിയൊക്കെ തുടങ്ങിയിട്ടാണ് പിന്നെ പോണത്. ആ ഒരു ഗ്യാപ്പ് വന്നു. പക്ഷേ ഇവിടെ എനിക്ക് മലയാള കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് ബന്ധം നല്ല സ്ട്രോങ് ആണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ലൈക്ക് ഒരാൾ മലയാളീസ്, പിന്നെ വീട്ടിൽ മലയാളം മാത്രമേ പറയൂ. സോ അത് കാരണം എനിക്ക് ബന്ധം പോയിട്ടില്ല. അപ്പോൾ എന്തൊക്കെ നടക്കുന്നു നാട്ടിൽ, എന്തൊക്കെയാണ് ട്രെൻഡ്, എന്തൊക്കെയാണ് സ്ലാങ്, അതൊക്കെയാണ് എനിക്കറിയാം. സോ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പെട്ടെന്നൊരു ഗ്യാപ്പ് ഫീലിംഗ് ഇല്ല. മോസ്റ്റ് NRI കിഡ്സ് ഹാവ് ദാറ്റ് പ്രോബ്ലം. US എന്നൊക്കെ പിള്ളേർ നാട്ടിൽ പോകുമ്പോൾ ദേ ഫീൽ ലൈക്ക് അവർക്ക് ഭാഷ പറ്റണില്ല. ഇവിടെ നിന്നും ചില പിള്ളേർക്ക് അറിയില്ല. നെക്സ്റ്റ് വെൻ വി ഗോ ബാക്ക് എനിക്ക് ആ ഗ്യാപ്പ് വന്നില്ല ഭാഗ്യത്തിന്. സോ അത് പറഞ്ഞാൽ എനിക്ക് പിന്നെ നാട്ടിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആക്ച്വലി നാട്ടിൽ പോകാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ ഫാമിലി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, നമ്മൾ ബാക്ക് ചെയ്യുന്നു, പോകുന്നു, ബന്ധുക്കാരെ കാണുന്നു, ഉമ്മമാരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, കുറച്ച് ഫുഡ് തരുന്നു, പോകുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ടഡ് ഗോയിങ് അറൗണ്ട് നാട്ടിൽ, മീറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ദെൻ ആക്ച്വലി വെന്റ് അറൗണ്ട് കേരള ചുറ്റും കറങ്ങി. ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, സംതിങ് പച്ചപ്പും ഹരിതാപവും? അതൊക്കെ വളരെ ക്ലീശയാണ്. പച്ച ഹരിതാപവും ചുമച്ച കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒരു ഭാഗം. കോഫി വേണോ? എനിക്കെന്റെ ചായ ഉണ്ട്. നിനക്ക് ചായ? എൻ്റെ ചായ എനിക്ക് നാട്ടിൽ ആക്ച്വലി ഇഷ്ടം വെരി വൈബ്രൻറ്റ് എന്ന് വെച്ചാൽ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. സോ
രാത്രി അല്ല, ലൈക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു കാം ഡൗൺ ആണ്. പക്ഷേ ഇവൻറ്റ്സ് വൈസ് കൾച്ചർ, ലൈക്ക് നമ്മുടെ ഓരോ സമയത്തും ഓരോ ഉത്സവമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം. അപ്പോൾ അതിലോട്ട് കയറിയാൽ നമ്മൾ അതിൻ്റെ ഭാഗമാവും. അപ്പോൾ അതെപ്പോഴും എവിടെ പോയാലും, ലൈക്ക് നാട്ടിൽ വെറുതെ പോകണമെങ്കിലാണെങ്കിലും റോഡിൽ കൂടെ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണും, നമ്മൾ നിർത്തും, ഇറങ്ങും, അതെന്തായിക്കോട്ടെ. ചിലപ്പോൾ ക്ഷേത്രത്തിലെ വല്ല ഉത്സവമായിരിക്കും, ഞാൻ കയറും. കാരണം എനിക്ക് ആവണം എൻജോയ്, എനിക്കൊരു വൈബാണ്. എപ്പോഴും ക്യാമറ കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്, ക്യാമറ ഷൈ പേഴ്സൺ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് വെൻ യു കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ യു വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരുന്നു? അല്ലായിരുന്നു? ഒട്ടുമല്ല. ചെറുപ്പത്തിൽ എനിക്ക് ഫോട്ടോസ്, എനിക്ക് ചെറുപ്പത്തിൽ കുറേ ഫോട്ടോസ് ഉണ്ട്, എനിക്ക് കാണിച്ചു തരാൻ വേണമെങ്കിൽ അത് ഇതിൽ മൊണ്ടാജിൽ ആഡ് ചെയ്തോ. എക്സ്ക്ലൂസീവ് ആണ്, എന്തോന്ന് വിടമാട്ടെ ബൈ കീർത്തിക്ക് മാത്രം. സോ അത് ഞാൻ ഐ വാസ് സർപ്രൈസ്. കാരണം ഞാൻ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഞാൻ പിന്നെ കാണുമ്പോൾ ലൈക്ക് വീഡിയോസ് ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. സോ ഇറ്റ് വാസ് മോസ്റ്റ്ലി ഫോട്ടോസ്. അതിന് പിന്നെ പ്രിന്റ്, അതിന് പിന്നെ അവൻ്റെ സ്റ്റുഡിയോ കൊണ്ടുപോയി ഉണ്ടാക്കണം, അതൊക്കെയാണ്. സോറി, ഞാൻ മൈക്ക് തൊട്ടു, ഇന്റർഫിയറൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെ ഐ ചെക്ക് മൈ പ്രീവിയസ് പിക്ചേഴ്സ്. അതിലൊക്കെ ഐ സീ ലൈക്ക് മീ ഡാൻസിങ്, എന്നുവെച്ചാൽ റാൻഡം ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യുന്നു, ആക്ടിങ്. അപ്പോൾ ഇതൊക്കെ ചെറുപ്പത്തിൽ ഞാനായിരുന്നു. പിന്നെ ഞാൻ വളർന്ന് വെൻ ഐ ക്യാമറ കുറേ നാൾ യൂസ് ചെയ്തിട്ടില്ല. വി ഗോട്ട് ഫോക്കസ്ഡ് ഇൻ ടു സ്റ്റഡീസ് ആൻഡ് എവറിത്തിങ്. ഞാൻ മറന്നുപോയി. പിന്നെ വെൻ ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ഐ വാസ് ലൈക്ക്, കുറച്ച് തുടക്കത്തിൽ ഐ വാസ് ലൈക്ക് കാണാൻ എങ്ങനെ ഇരിക്കും, പ്രശ്നമാണോ, എന്നിട്ട് ചെക്ക് ചെയ്യും, അയ്യോ ശരിയായില്ല, വീണ്ടും എടുക്കും. അങ്ങനെ എന്നെ ടുക്ക് ടൈം. ഒരു 2-3 years കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീഡിയോസ് ഫ്രീക്വൻ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നാണം പോയി. ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ലാംഗ്വേജസ് പഠിക്കുന്ന കാര്യത്തിലും ഒക്കെ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യത്തിൽ ഹൗ വാസ് അപ്ബ്രിങ്ങിങ് ഹെൽപ്പിംഗ് ഇൻ ദാറ്റ്? എന്ന് വെച്ചാൽ ഈ നമ്മൾ മലയാളി ഒരു ഹൗസ് ഹോൾഡിൽ വളർന്നു എന്ന് പറഞ്ഞ് മലയാളം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കി ലാംഗ്വേജസ് പഠിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഹൗ വാസ് ദ ടിപ്പിക്കൽ പേരൻറ്റിങ് സ്റ്റൈൽ? ഐ ഡോണ്ട് തിങ്ക് പേരൻസ് ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ദിസ്. ഇല്ല, അവർക്ക് ഇതിനൊക്കെ ഈ കാര്യത്തിൽ ദേ സപ്പോർട്ടഡ്. ലൈക്ക് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ലൈക്ക് പാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഐ വിൽ ഗോ ഫോർ ഇറ്റ്. പിന്നെ അവരുടേതായ കുറച്ച് ആഗ്രഹങ്ങൾ ചെയ്യിപ്പിച്ചു. ലൈക്ക് ഫോർ എക്സാമ്പിൾ കരാട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി. എനിക്ക് വേണ്ടിയില്ല, ഈശ്വര ചുമ. ജനറൽ വാർഡ് ഇരിക്കണം. സോ എന്താ പറഞ്ഞത്? സോ ദേ ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് വാട്ട് ഐ ഡു. അപ്പോൾ പാഷൻ എന്താണെന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതേ പറഞ്ഞത്. സോ എനിക്കിത് ഞാൻ ചൂസ് ചെയ്ത കാര്യമായിരുന്നു. അപ്പം എൻ്റെ നെയ്ബർഹുഡാണ് എനിക്ക് ആക്ച്വലി അറബിക്ക് പഠിക്കാൻ എളുപ്പമാക്കി തന്നത്. എൻ്റെ നെയ്ബർഹുഡ് ഫുൾ അറബ് കിഡ്സ് ആയിരുന്നു. അപ്പം നമ്മൾ അവരെ കാണും, വേറെ ഫ്രണ്ട്സ് ഇല്ല എനിക്ക് ആ ഏരിയയിൽ. സ്കൂളിൽ മലയാളീസ്, പാകിസ്ഥാനി, അഫ്ഗാനി, ബലൂച്ച് എല്ലാം ഉണ്ട്. പക്ഷേ ഏരിയയിൽ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് അറബ്സ് മാത്രമായിരുന്നു. സോ എനിക്ക് വേറെ വഴിയില്ല. ഐ ഹാഡ് ടു ലൈക്ക് ബ്ലെൻഡ് ഇൻ വിത്ത് ദം. അവരോടാണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തത്. ഞാൻ അതൊരു ഫോക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചിരുന്നത്, എങ്ങനെ അറബിക്ക് പഠിച്ചു എന്നുള്ളൊരു കാര്യം. അതിന് മുമ്പേ ഞാൻ അവിടെ എത്തും, കാരണം അത് കേട്ട് അപ്പോൾ ഈ നെയ്ബർഹുഡ് കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് പഠിച്ചു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ സൗദിയിലായിരുന്നു. ഗിൽറ്റിൽ ഞാൻ അറബിക്ക് പഠിച്ചില്ല. കേഫിൽ ഹൽ ഹബീബി നമുക്കിപ്പോൾ തന്നെ ചെയ്യാം. കേഫ് എന്ന് പറഞ്ഞേ കേഫിൽ ഹാൽ, ഹെവി ആക്കാ ഹായന് ചുമക്കാനല്ലേ പറഞ്ഞത്? ഓ എൻ്റെ അമ്മേ, ഈ വൈറസ് വിടമാട്ടെ കീർത്തി ഇനി വൈറസ് തരണമെന്നാണ് ഉദ്ദേശിച്ചത്. ആ സാധനം എനിക്ക് വരില്ല. ഹാ വരുന്നത് കുറച്ച് മേളിൽ നിന്നല്ലേ? ഹാ നമുക്ക് കുറച്ചും താഴോട്ട് പോട്ടെ. അത് തൊണ്ടേന്ന് വരണം, ഒരു സൈഡിലേക്ക് ചെറുതായിട്ട്. ഇത് വേണ്ട, ചരിച്ചിട്ട് മോനെ നോ, ചരിഞ്ഞ അക്ഷരം വരില്ല. കുറച്ചും കൂടെ അടിയുന്നു, തൊണ്ടയിൽ അടിയുന്നു. ഇത് ഞാൻ പഠിക്കുന്നതായിരിക്കും, ഞാൻ അറബിക്ക് പഠിച്ചിട്ടായിരിക്കും ഇനിയിപ്പം ഞാൻ കണ്ട ബുക്കിൽ പ്രാക്ടീസ് ചെയ്ത്. അല്ല, അപ്പൊ ശരിക്കും ഈ ഫ്ലുവൻസി, അപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ എൻ്റെ അച്ഛൻ നല്ല പച്ചവെള്ളം പോലെയൊക്കെ അറബിക് സംസാരിക്കും, കാരണം സൗദിയിലായിരുന്നു. പക്ഷെ അതിനകത്ത് എപ്പോഴും ആ മല്ലു ടച്ച് വരും. നമ്മൾ പറയില്ല മലയാളീസ് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇത് വരും. പക്ഷെ വെൻ യു ടോക്ക് ദർ ഇസ് നോ, ലൈക്ക് ഇറ്റ്സ് പക്ക അറബിക് ആക്സെന്റ് ആണ്. ബിക്കോസ് യൂട്യൂബ് വീഡിയോസിലും അങ്ങനെ പോയിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ദേ ആർ ഷോക്ക്ഡ്. ഈ ആക്സെന്റ് എങ്ങനെ വന്നു? ഇത് ആക്ച്വലി വന്നതല്ല. ഐ മീൻ എനിക്കറിയില്ല പറഞ്ഞ കാര്യം. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്കറിയാം. അഹമ്മദ് അൽ ഹലബിയാണ് എൻ്റെ ഫസ്റ്റ് അറബ് ഫ്രണ്ട്. ഹീസ് ഫ്രം പാലസ്റ്റൈൻ. അവനാണ് തുടങ്ങിയത്, പഠിപ്പിക്കാനല്ല. ഹി വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു മീ ബിക്കോസ് ഹി വാണ്ടഡ് മീ ടു ബി ഇൻക്ലൂഡഡ്. കാരണം അന്ന് ഞാൻ നല്ലോണം ഫുട്ബോൾ കളിക്കുമായിരുന്നു. സോ ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഐ വാസ് എ ഗുഡ് പ്ലെയർ. അപ്പോൾ അവർക്ക് എന്നെ ഗെയിമിൽ വേണം, പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവനാണെങ്കിൽ കളിക്കാനായിട്ട് ഹീസ് ലൈക്ക് ജസ്റ്റ് ജോയിൻ ഇൻ റോ. പിന്നെ ഹി ഡിഡ്ന്റ് നോ ഹി വാസ് ടീച്ചിങ് മീ ആൻഡ് ഐ ഡിഡ്ന്റ് നോ ഐ വാസ് ലേണിംഗ്. അപ്പോൾ വിതിൻ ലൈക്ക് 2 years ഞാൻ തന്നെ എനിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി എപ്പോഴാണ് ഞാൻ ട്രാൻസിഷൻ ഫ്രം ദ മലയാളി ആക്സെൻ്റ് ഇല്ലായിരുന്നു എനിക്ക് അതിൽ, ഫ്രം ദ നോൺ സ്പീക്കർ, അറബിക് നോൺ സ്പീക്കറിന്ന് സ്പീക്കറിലോട്ട് മാറി എന്നാന്ന് എനിക്കറിയില്ല. എനിക്ക് ജസ്റ്റ് അറിയാം 10ാം വയസ്സിലാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് 2-3 വാക്ക് പറഞ്ഞത് പ്രോപ്പറായിട്ട്.
അപ്പം ദേവർ ലൈക്ക് ഇറ്റ് ഗോട്ട് യൂസ് ടു ദം എന്ന് വെച്ചാൽ അവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം അവർ ഹീസ് വൺ ഓഫ് അസ്, നമ്മൾ എപ്പോഴും വരുന്നതാണ്, സംസാരിക്കുന്നത്, വലിയ ഇതൊന്നുമില്ല. സോ ദേ ഓൾ ഗ്രൂ അപ്പ് വിത്ത് മീ ആൻഡ് ദേ ആർ ലൈക്ക് ഇത് നോർമൽ അല്ലേ. പിന്നെ പുറമെ ആൾക്കാർ വരുമ്പോഴാണ് ദേ ആർ ലൈക്ക് ഹൗ ഡസ് ദിസ് ഗൈ സ്പീക്ക് ദിസ് വെൽ. അപ്പോഴാണ് എല്ലാവരും അത് കറക്റ്റാണല്ലോ. സോ വി ഡിഡ്ന്റ് നോ. നമ്മൾ ആ ഗ്രൂപ്പ് ലൈക്ക് വേർ ലൈക്ക് സം 7-8 കിഡ്സ് ഒരുമിച്ചായിരുന്നു എപ്പോഴും. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് മറ്റേ ചിപ്സും കഴിച്ച്, ഒമാൻ ചിപ്സും പിന്നെ മറ്റേ ലെബനപ്പും കുടിച്ച് അരി ജ്യൂസും കുടിച്ചൊക്കെ ഇരിക്കുന്ന ടീംസാണ് റോഡിൽ. ഫുട്ബോൾ കഴിഞ്ഞ് നമ്മൾ റോഡിൽ പോയിരിക്കും. സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകും. പഴയ കാലം അല്ലേ? എത്ര 2 ദിറത്തിന് സൺടോപ്പ് ഒരു ജ്യൂസ് ഇല്ലേ? സൗദിയല്ലേ? സൗദി അറേബ്യ. സൗദിയിലല്ല, ഇവിടെ ഇല്ല. ഇവിടെ അരീജിന്റെ ജ്യൂസ് ഉണ്ട് 50 ഫിൽസ്. ആ 50 ഫിൽസിന് ഒരു പാക്കറ്റ് കിട്ടും. അത് ഓറഞ്ച്, പൈനാപ്പിൾ, മാംഗോ. അതും പിന്നെ ചിപ്സ് 25 ഫിൽസ് ആയിരുന്നു തന്നത്. അപ്പോൾ 4 ചിപ്സ്. ഒമാൻ ചിപ്സിന്റെ ഒരു മറ്റേ പഫാക്കില്ലേ, 4 എണ്ണം ഒരു ദിറത്തിന് 2 ജ്യൂസ്. അപ്പോൾ 2 ദിറത്തിന് 4 ചിപ്സ് 2 ജ്യൂസ്. ബ്ലെസ്ഡ് ടൈംസ്. കാരണം അന്ന് കുറെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. 2 ദിറം കിട്ടി കഴിഞ്ഞാൽ 2 ദിവസത്തോളം ഫുഡായി. ആ സേവിംഗ് ആണ് ഞാൻ ചെയ്തത്. അവരെ തെണ്ടിപ്പറക്കി ഓരോ ദിറം കിട്ടണം ഞാൻ പോക്കറ്റിൽ വെക്കും. ഐ ഷു ടേക്ക് ഫ്രം സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് 2 ദിറംസ് ആയിരുന്നു നമ്മളെ കണക്ക്. കീമ സാൻഡ്വിച്ചിന് ദിറം, ജ്യൂസിന് 1. ചിലപ്പോൾ ജ്യൂസ് വാങ്ങിക്കില്ല. വൈ? നെക്സ്റ്റ് ഡേന് സേവ് ചെയ്യാൻ വേണ്ടി. അത് കൂട്ടി 5 ദിറംസ് എത്തിക്കും. എന്തിനാ? ഒരു ബർഗർ വാങ്ങിക്കാൻ വേണ്ടി. ചെയ്തിട്ടുണ്ട്. പിന്നെ ട്യൂഷനൊക്കെ പോകുമ്പോൾ ടാക്സിയുടെ പൈസ ടാക്സി കൊടുക്കാൻ നടന്നു പോകും. നേരത്തെ ഇറങ്ങി നടക്കും, ചൂടത്ത് നടക്കും. ആ 10 ദിറംസ് ഞാൻ സേവ് ചെയ്യും. എന്തിനാ? ഒരു ബിരിയാണി വയ്ക്കും. പക്ഷേ ഇപ്പം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത് നമ്മളുടെ ലൈഫിൽ ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്പേഴ്സ് മാറിയെന്നേ ഉള്ളൂ. ബട്ട് ദ സ്വഭാവം ഇസ് ദ സെയിം. ഈ ലാംഗ്വേജസിന്റെ കാര്യം പറഞ്ഞപ്പം അറബിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എത്ര ലാംഗ്വേജസ് അറിയാം? ലാംഗ്വേജസ് എന്ന് പറയാൻ അറിയുന്ന എനിക്ക് ലാംഗ്വേജസ് ആകെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അറബിക്കാണ്. അറബിക്കിൽ ആക്സൻസ് എനിക്ക് പലതും അറിയാം. പക്ഷേ വേറെ ഭാഷകൾ ഞാൻ പഠിക്കുന്നത് ജസ്റ്റ് ഫോർ ദ കോണ്ടന്റ്. ഓക്കെ. അപ്പൊ അന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടു ഇങ്ങനെ കന്നഡ സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടന്റിന് വേണ്ടി പഠിക്കും. പക്ഷേ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ സേ ഇറ്റ് ദ റൈറ്റ് വേ. അത് ഏത് ഭാഷയായാലും ലൈക്ക് ഒരു ലൈൻ ആയിരിക്കും. റഷ്യനിൽ ലൈക്ക് ദർ വാസ് എ ലൈൻ ഐ യൂസ്ഡ് ഇൻ എ വീഡിയോ, ടിയോ തിങ്ക്രാസി വയ ദ ബൂഷ്ക. അത് ടിയോ എന്ന് പറഞ്ഞ ശരിയില്ല, TIO ആണ്. നമുക്ക് തിയോ തിങ്ക്രാസി എന്ന് പറയണം. തിങ്ക്രാസി അത് ആ റഷ്യൻ രീതി പറഞ്ഞാലേ അത് ശരിയാവും. സോ അത് ഒരു റഷ്യൻ ആൾ കേൾക്കുമ്പോൾ ദേ ഷുഡ് ഫീൽ ലൈക്ക് ഇറ്റ്സ് സെയിം, എന്നാലും കണക്റ്റ് ആവും. ടർക്കിഷ് ഞാൻ പഠിച്ചു. ഈ അടുത്ത് മറ്റൊരാളില്ല, മറ്റേ ഗണ്ണ്, ഹി ബിക്കേം വെരി വൈറൽ വിത്ത് ദ ഗൺ ഷൂട്ടിങ്. നോ ഗിയർ ഒന്നും ഇല്ലാണ്ട് ഒരു ഗ്ലാസ് മാത്രം ഇട്ട് 1 സെക്കൻഡ് സിൽവർ കൊണ്ട് ഒളിമ്പിക്സിൽ. അയാളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ഐ ഹാഡ് ടു ലേൺ 2 ടർക്കിഷ് ലൈൻസ് നീണ്ടത്. മറന്നുപോയത്. പക്ഷേ ഗോ ബാക്ക് ടു മൈ ലിസ്റ്റ്, ഐ ക്യാൻ ഹാവ് ദാറ്റ് അഗൈൻ. വേറൊരു കാര്യം, ഞാനിങ്ങനെ സീയിങ് എ വീഡിയോ, എനിക്കത് ശരിക്കും ആത്മാർത്ഥമായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. മെട്രോയുടെ ദ വോയിസ് യൂസ് ആൻഡ് എയർ അറേബ്യയുടെ അനൗൺസ്മെന്റ് എനിക്ക് വേണ്ടി. എയർ അറേബ്യ അനൗൺസ്മെന്റ് ആക്ച്വലി ഞാൻ അവരുടെ ഗൈഡ് ലൈൻ എടുത്ത് വായിച്ചിട്ട് എടുത്തതാണ്. അപ്പൊ എളുപ്പമുള്ള ഏതാണ്? മെട്രോ എളുപ്പമാണ്. മെട്രോ ആക്ച്വലി ഇറ്റ്സ് ഈസിയസ്റ്റ്. എയർ അറേബ്യ ഇസ് മൈ ഫേവറേറ്റ് ബിക്കോസ് ഐ ആക്ച്വലി ലേൺഡ് ഇറ്റ്. കറക്റ്റ് അത് നല്ലോണം പഠിച്ചിട്ടാണ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ട്രിപ്പിന് പോയപ്പോൾ അവർ കണ്ട് ലൈക്ക് ദർ പീപ്പിൾ ഹു സോ ഇറ്റ് എയർ അറേബ്യയിൽ. അതെനിക്ക് ഭയങ്കര മൊമെന്റാണ്. ലൈക്ക് ഐ തിങ്ക് മെട്രോ വുഡ് ബി ദ ഈസിയസ്റ്റ്. വിച്ച് സ്റ്റേഷൻ വുഡ് യു ലൈക്ക്? ഞാൻ മെട്രോയിൽ ഒത്തിരി പോയാലേ ഇഷ്ടമുള്ള പറഞ്ഞു. അയ്യോ ദുബായ് മോൾ റോസ്റ്റിംഗ് സെഷൻ ആക്കരുത്. ഉബൈബ എന്നാണ് പേര് സ്റ്റേഷന്റെ? എനിക്കറിയില്ല, ഞാൻ വെറുതെ ഉബൈബാണ്. ഓക്കെ, അത് ഓക്കെ. المحطة القادمة هي الغبيبة. الأبواب تغلق. Doors closing. അയ്യോ, ഞാൻ അത് കട്ട് ചെയ്തു. അല്ല, ഞാൻ അതിനകത്ത് കട്ട് ചെയ്തു. ചിരിയല്ലേ, കുഴപ്പമില്ല. ചുമ പ്രശ്നമില്ല. ഇപ്പൊ വർക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പം വി നോ ദാറ്റ് യു വർക്ക് ഫോർ സ്പേസ് സയൻസ് ആൻഡ് ആസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസ്. അപ്പം അവിടെ എന്താണ്, വാട്ട് യു ഡു ദേർ? സോ അവിടെ ഇപ്പം മെയിൻലി ഐ ഡു പ്ലാനറ്റേറിയം ഷോസ്, ഐ പ്രസന്റ് ആൻഡ് ഐ ഡു ലെക്ചേഴ്സ്, ഐ ഡു വർക്ക്ഷോപ്സ്. പിന്നെ എൻ്റേതായ റിസർച്ച് ഐ എം ഡൂയിങ് ഇൻ സ്പേസ് റോബോട്ടിക്സ്. ഞാൻ ഇൻട്രീഗ്ഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നിയ ഒരാളാണ് സുശാന്ത് രാജ്പുത്. ബിക്കോസ് ഹി വാസ് ഇൻ ടു ദ ക്രിയേറ്റീവ് സ്പേസ് ആൻഡ് ഹി വാസ് ഇൻ ടു ദ സ്പേസ് ആൻഡ് ആസ്ട്രോണമി. ഈസ് ഹി വൺ അമംഗ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഹി ഈസ്. ആക്ച്വലി ഇപ്പോഴും ലൈക്ക് ഐ സ്റ്റിൽ ബിലീവ്, എനിക്ക് ആളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ ആളുടെ മൂവീസ് അത്ര ഞാൻ കുറേ കണ്ടിട്ടില്ല, അറിയില്ല. പക്ഷേ ഐ ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ഹി വാസ് ഇൻ ടു, കാരണം
the lifestyle, the way he is with people, the way he talks about astronomy. I think he was astrophysics ആണെന്ന് എനിക്കറിയില്ല. He was specialized. He knew. And then he had the same telescope that I have. You have that. Yeah, I have the same one. And then his story is regarding science and art is almost the same. കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, അല്ല എന്നെ കാണാൻ ലുക്ക്. പക്ഷേ സിമിലാരിറ്റീസ് വൈസ് ഐ തിങ്ക് ഹി വാസ് ദ മോസ്റ്റ് കണക്റ്റഡ് പേഴ്സൺ, ലൈക്ക് ഇൻ ടേംസ് ഓഫ് ആരാന്ന് വെച്ചാൽ ആൾ, like the way he was and the way he looked at art and the way he looked at science at the same time. അത് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കും ഇപ്പം ക്രിയേറ്റീവ് സൈഡ് ചെയ്യുന്നവർ അത് മാത്രമേ ചെയ്യുള്ളൂ, ഇന്റലക്ച്വൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനൊരു വേറൊരു ഇന്റലിജൻസ് ആണ് വേണ്ടത്. പക്ഷേ ലൈക്ക് വെൻ വി മീറ്റ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് വെൻ വി നോ പീപ്പിൾ ലൈക്ക് സുശാന്ത്, വി നോ ദാറ്റ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട്. ഐ സി കുറേ കാര്യത്തിന് യു ആർ ഗിവിങ് വെരി സിമ്പിൾ എക്സ്പ്ലനേഷൻ. അപ്പം അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ക്രിയേറ്റീവ് സ്പേസും നമ്മൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ? ലൈക്ക് ഒരെണ്ണം ഇത് ഇന്റലിജന്റ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് ക്രിയേറ്റീവ് സ്പേസ് ആയിട്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടോ ശരിക്കും? സെപ്പറേഷൻ ഇല്ല ആക്ച്വലി. ആൻഡ് ഹ്യൂമൻ ബ്രെയിൻ ഇസ് ഇമ്പോസിബിൾ. നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഒരാൾ ക്രിയേറ്റീവ് ആണെങ്കിൽ അയാൾക്ക് there is a saying, if you can't explain it in the simplest way to a 5-year-old, then you don't understand it enough. കാരണം the more you understand, it's simplified in your head. അതാണ് like I have this comment about teaching in schools. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം യൂഷ്വലി സയൻസ് ഇസ് നോട്ട് ലുക്ഡ് അറ്റ് ആസ് എൻ ഈസി സബ്ജക്ട്. എപ്പോഴും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ പഠിപ്പിക്കുന്ന ആളുടെ പ്രശ്നം അത് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ചത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വലിയൊരു കാര്യമുണ്ട്. ഇഫ് ഐ ഗിവ് യു എ തിയറി ആൻഡ് ദെൻ ടെൽ യു ടു ലേൺ ഇറ്റ് ഫോർ എ ഡേ ആൻഡ് ദെൻ കം എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ, ഇറ്റ് വിൽ ബി ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ഫോർ യു. കാരണം പുതിയ തിയറിയാണ്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ഇനഫ് ബാക്ക്ഗ്രൗണ്ട് നോളജ് അതിനെപ്പറ്റി ടു സിംപ്ലിഫൈ ഇറ്റ് ഫോർ മീ. ബട്ട് അതർവൈസ് ഇഫ് യു ആർ പാഷനറ്റ്, എന്ന് ഞാൻ പറഞ്ഞ് കീർത്തി ഒരു തിയറി ഞാൻ തരാം, അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് യു വിൽ ബി ലൈക്ക് ഓരോ എക്സാമ്പിൾസ് കൊണ്ടുവരും. ബാക്ക് ഇൻ ദ ഡേ ഇങ്ങനെ സംഭവിച്ചു, അവിടെ നിന്ന് ഇങ്ങനെ ഒരു നറേഷനാണത്. അപ്പോൾ അത് ആർട്ടല്ലേ? നറേഷൻ ഇസ് ആർട്ട്. സോ ഇഫ് യു ക്യാൻ ഡു സയൻസ് ദിസ് വേ, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഇന്റർ കണക്റ്റഡ്. രണ്ടും ഒരേ ലെവലാണ്, രണ്ടും ഫ്രീക്വൻസി. സോ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദിസ് ഈസി വേ ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ഇറ്റ്. എല്ലാത്തിലല്ല, എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ. സോ താല്പര്യം ഇല്ലാത്ത ആളെ കൊണ്ട് ഒരു സബ്ജക്റ്റ് കൊണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ എവറി ചൈൽഡ് വിൽ ബി ലൈക്ക് ഐ കാൺ ഡു ദിസ്, നമുക്ക് എളുപ്പമല്ല. പിന്നെ ഇമാജിനേഷൻ വേണം. അപ്പോൾ എല്ലാ പിള്ളേർ ഇമാജിനേഷൻ സെയിം അല്ല. സോ അവിടെ ആർട്ട് ഇസ് റിക്വയർഡ്. സോ മീഡിയ ആർട്ട് ഈസ് നോട്ട് ഫാർ അവേ ഫ്രം സയൻസ്. Neil deGrasse Tyson, for example, he's a very famous PhD holder of astrophysics, one of the most outspoken astrophysics people in the world. He explains it very simply. കാരണം he is into media. സ്വന്തം ഷോ ഉണ്ട് ആൾക്ക്, പോഡ്കാസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. ഹീസ് നോട്ട് ലാബിൽ ഒതുങ്ങിയ ആളല്ല. അപ്പം പീപ്പിൾ ക്യാൻ കണക്ട് ബോത്ത്. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. മാർക്സ് ആർ നോട്ട് ഗുഡ്, സോ ലൈഫിൽ ഒന്നും എത്താൻ പോകുന്നില്ല. സോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. ബിക്കോസ് ഐ വാസ് നോട്ട് എ വെരി ഹൈ സ്കോറിങ് സ്റ്റുഡൻറ്റ്. എനിക്ക് അറിയില്ല, എനിക്ക് കൺവിൻസ് ആവാത്ത കാര്യങ്ങൾ എങ്ങനെ പഠിച്ച് മെമ്മറൈസ് ചെയ്ത് എഴുതാം. പിന്നെ പാസ്സാവാൻ വേണ്ടി മാത്രം ലാസ്റ്റ് ഒരു 2 മാസം, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 12th ഗ്രേഡിൽ ലാസ്റ്റ് 2 മാസമാണ് ആക്ച്വലി പഠിക്കുന്നത്. മോഡൽ എക്സാംസ് എല്ലാം ഫെയിൽ, മിഡ് ടേം ഫെയിൽ. ഐ തിങ്ക് ഫിസിക്സ് മാത്രമായിരുന്നു വാസ് പാസിംഗ് ബൈ. കാരണം ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്. ബാക്കിയുള്ളതൊക്കെ ലൈക്ക് വൈ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യം കുറേ ഉണ്ട്. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് പാസ്സാകാൻ വേണ്ടി മാത്രം, സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഐ സാറ്റ് ഡൗൺ ഫോർ എ ബിറ്റ്. ട്യൂഷനും പോയി അന്ന്. അതാണ് ഞാൻ ചെയ്തത് ആക്ച്വലി. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലൈക്ക് വെരി വെരി കോമൺ. ഈ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഞാൻ ബയോയുടെ കാര്യം പറഞ്ഞു. ഇനിയോ ബയോ സോ മെനി തിങ്സ് റിട്ടേൺ വാട്ട് യു ഡു. ഈ മൾട്ടി ടാസ്ക് സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ സാധാരണ പറയും എനിക്ക് ഈ ഒരു ഇതേ പറ്റുള്ളൂ, ഇൻക്ലൂഡിങ് മീ. ഞാൻ ചില സമയത്ത് പറയും എനിക്ക് സമയമില്ല എന്ന് പറയും. അങ്ങനെ എക്സ്ക്യൂസ് പറയുന്ന കള്ളമാണ്. എനിക്ക് സമയമില്ല, കള്ളമാണ്. അത് മടിയുടെ ലക്ഷണമാണ്. മടിയുടെ ലക്ഷണമല്ല, പാഷനില്ല. ഐ എം ഗിവിംഗ് ഇറ്റ് യു സ്ട്രേറ്റ് ബിക്കോസ് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളൊരു ഇത് തെറപ്പി ആയിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആക്ച്വലി അത് എവിടെ നിന്നാണെങ്കിൽ നമ്മൾ എടുത്ത് ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ മെൻ്റൽ ക്ലറ്ററിങ് ഫോം ചെയ്യും. എന്താണെന്ന് പറഞ്ഞാലും എസ്പെഷ്യലി ഫോർ യു ബിക്കോസ് ഇത്രയും അധികം ഫോളോവേഴ്സും ആൻഡ് യു നോ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ യു ആർ ഡൂയിങ് ഡിഫറെൻറ്റ് കണ്ടന്റ്. അപ്പം ഈ മെൻ്റൽ ഡീക്ലട്ടറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇൻ പോയിന്റ് ഓഫ് ഈ അഡിക്ഷൻ, ടൈം മാനേജ്മെൻറ്റ്. കാരണം ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്ത് തുടങ്ങുമെന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി ഞാൻ നോക്കാൻ പോകുന്നത് ഇപ്പം അഹമ്മദിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഞാൻ നോക്കി പോകുന്നത് പിന്നെ വേറെ ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് വെച്ചിട്ട് ഇതെന്തിനാ ഞാൻ കണ്ടെന്ന് വിചാരിച്ച് മൊബൈൽ എടുക്കും. സോ ഇതെങ്ങനെ ഒരു ബൗണ്ടറി വെക്കും? ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. It's called doom scrolling. Actually, it's a word. നമ്മൾ ഇൻബോക്സിൽ പോകുമ്പോഴത്തേക്ക് യുവർ ഫ്രണ്ട് സെൻറ്റ് യു എ റീൽ, വി സ്റ്റാർട്ട് ദാറ്റ് റീൽ, ഓട്ടോമാറ്റിക്കലി വി ആർ യൂസ്, നമ്മുടെ ഈ ഇമോഷൻ ഇല്ലേ, ദിസ് ഇസ് ദെയർ, ലൈക്ക് വി ആർ യൂസ് ടു ദ അപ്പ് മോഷൻ. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ
സ്വിച്ച് ഔട്ട് ചെയ്യുമ്പോൾ വി വെൻ ബാക്ക് ടു ദ ചാറ്റ് ദെൻ വി ആർ ലൈക്ക് നമ്മൾ ഈ ചാറ്റിൽ നിന്നാണ് ഇത്രയും പോയത്, എവിടെയൊക്കെ എത്തും, ബിക്കോസ് വി ആർ ക്യൂരിയസ് ടു നോ വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ്. പിന്നെ ഫസ്റ്റ് 2 seconds മറ്റേ ഇതില്ലേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അറിയാതൊക്കെ, ഫസ്റ്റ് 3 seconds അവരിങ്ങനെ മാക്സിമം ക്യൂരിയോസിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ പറയും വാട്ട് ഹാപ്പൻസ് ഇഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ട് ഹാപ്പൻസ് വി സ്റ്റേ. സോ ഐ എം അവെയർ ഓഫ് ദാറ്റ്, കാരണം ഐ നോ വാട്ട്സ് ഹൗ ഇസ് ദിസ് മെയ്ഡ്. സോ ദ മൊമെന്റ് ഐ സ്റ്റാർട്ട് മൂവിങ് എന്നുവെച്ചാൽ ഐ എം ക്യൂരിയസ് ടു നോ, ബട്ട് മൊമെന്റ് ഐ സ്റ്റാർട്ട് മൂവിങ് ലൈക്ക് 4-5 റീൽസ് കഴിയുമ്പോഴത്തേക്കാണ് ഐ എം ലൈക്ക് തിങ്കിങ് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അവയർനെസ് നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം, മനസ്സ് അടച്ച് സ്ക്രോൾ ചെയ്യരുത്. ദാറ്റ്സ് വൈ യു ലൂസ് ദ ടൈം, സോ മച്ച് ടൈം ഇസ് ലോസ്റ്റ് ദർ. അൺലെസ് യു ആർ ലുക്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ ടു ക്രിയേറ്റ് കോണ്ടന്റ് ഓർ ടു ഡു തിങ്സ്, then you'll be looking at your specific stuff. അപ്പോൾ ആ ഒരു പേജിൽ പോയിട്ട് അവർ ആ പേജ് മാത്രം നോക്കാം, അല്ലാണ്ട് റാൻഡം സ്ക്രോളിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ യു വോണ്ട് സ്റ്റോപ്പ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഫോം ചെയ്യും. അത് മീഡിയയിലും ഫിലിംസിലൊക്കെ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത് ഹൗ ഡു യു, ഞാൻ മുന്നേ ചോദിച്ച ആ ഒരു കാര്യങ്ങളുണ്ട്, ഒരു മെന്റൽ ഡീക്ലട്ടറിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. എങ്ങനെ അത് ടാക്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇനി അടുത്ത കണ്ടന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് വിട്ടിട്ട് അങ്ങ് അടുത്തേക്ക് പോകുന്നുള്ള കാര്യം പറയാൻ എളുപ്പമാണ്, ബട്ട് ഹൗ ഡു യു ഇംപ്ലിമെന്റ് ദാറ്റ് ആക്ച്വലി? സോ എനിക്ക് പേഴ്സണലി I can't talk about every other creator. കാരണം എല്ലാവർക്കും അവരുടെ സ്കെഡ്യൂൾ ഉണ്ട്. Some people do it for a living. So അവർക്ക് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. If they are doing one every day a reel, they have to do every day a reel. അല്ലെങ്കിൽ അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല തന്നെ. എൻ്റെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, വിൽ സീ മൈ പോസ്റ്റ് ടുഡേ ആൻഡ് ദെൻ മേ ബി 1 week I won't post and then I post later. കാരണം എനിക്ക് ഒരു ഐഡിയ മനസ്സിൽ തോന്നിയാലേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ആ കാര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് വരാറില്ല, ബ്ലോക്ക്. ഇത് ഇപ്പം വന്ന ഒരു കാര്യമാണോ, ഈ ഇത്രയും വർഷത്തിൽ ഇപ്പം വന്ന ഒരു കാര്യമാണോ? തുടക്കത്തിൽ ഓൾസോ യു ആർ ലൈക്ക് ദിസ്? Ever since I started. Someone told me this, like നമ്മൾ വി ഫീൽ ലൈക്ക് ഓക്കെ നെക്സ്റ്റ് ചെയ്യണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. കാരണം അതൊരു ടാസ്ക്കായി മാറും, പിന്നെ അത് ജോബാവും, പാഷൻ പോകും. ജോബായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളത് ചെയ്യാനുള്ളൊരു മടുപ്പ് വരും. മടുപ്പ് മാത്രമല്ല, ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അത് അവിടെ ക്രിയേറ്റിവിറ്റിക്ക് പണി വരും. അവിടെയാണ് ചില മൂവീസും കയ്യിൽ നിന്ന് പോകുന്നത്. കാരണം വൈ വുഡ് സം മൂവീസ് ആർ ബി ബാഡ്? കാരണം ചില ആൾക്കാർക്ക് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് സീനിൽ നിന്നില്ലെങ്കിൽ അവരെ മറന്നു പോകും, ദേ വിൽ ബി ഔട്ട്. സോ ദേ ഹാവ് ടു ക്രിയേറ്റ് മൂവീസ്, ദേ ഹാവ് ടു ക്രിയേറ്റ് ഷോർട്ട് ഫിലിംസ്, വാട്ട് എവർ. അപ്പോൾ അവർ മാക്സിമം എവിടെന്നെങ്കിലും ഒരു എന്തെങ്കിലും എടുക്കും, നമുക്ക് ചെയ്യാം. സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ, ഐ ഹവ് ഹേർഡ് ദിസ്, ചില ആൾക്കാർ സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോഴത്തേക്ക് ലൈക്ക് ഇത് ഡസൻറ്റ് സൗണ്ട് ദാറ്റ് ഗ്രേറ്റ്, കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് താഴോട്ട് പോകും. അപ്പോൾ എനിക്ക് ചെയ്യണം, ഞാൻ വെൻ ഐ ഡു തിങ്സ്, വെൻ ഐ ഡു മൈ വീഡിയോസ്, ഐ ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഫോഴ്സിങ് മൈ സെൽഫ്. പിന്നെ എനിക്ക് ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കും, എൻ്റെ ഒരു ചാറ്റുണ്ട് വിത്ത് മൈ സെൽഫ്, ആ ചാറ്റിൽ ഫുൾ ഐഡിയാസാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ നൈസായി തോന്നി അത് എഴുതി വെക്കും. സോ ഹാവ് എ ലിസ്റ്റ്, എനിക്ക് ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അവിടെ ഇപ്പോൾ ഐ തിങ്ക് ഒരു 43 ഐഡിയാസ് കിടപ്പുണ്ട് അവിടെ. സോ ഐ ജസ്റ്റ് ഗോ ബാക്ക്, ചിലത് യൂട്യൂബ് ആയിരിക്കും, ചിലത് ഷോർട്സ് ആയിരിക്കും, ചിലത് റീൽസ് ആയിരിക്കും. ഐ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് ഐ ബി ലൈക്ക് എന്നാൽ പിന്നെ ഇതിൽ ഏതാ നമുക്ക് ചെയ്യാൻ നോക്കി, കാരണം എൻ്റെ മനസ്സിൽ വന്ന ഐഡിയ അത്. പിന്നെ നാളെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നൊരു പരിപാടി അതില്ല. എനിക്കറിയാം, ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി പ്രോഗ്രാം ടു എവറി ഡേ പോസ്റ്റ് ചെയ്യണം. പിന്നെ അത് പ്രഷറാവും. പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്രിയേറ്റിവിറ്റി ബാധിക്കും. ഇത് ഐ ഹാവ് ടു സേ ദിസ് ടു പീപ്പിൾ വർക്കിംഗ് ഇൻ ക്രിയേറ്റീവ് ഫീൽഡ്സ്. അവരുടെ ബോസിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. സോ ദ ബോസ് വിൽ ഫോഴ്സ് യു ടു ഇത് ചെയ്യും, അത് ചെയ്യും. അതാണ് ചില ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും കൊളാബറേഷൻസിന് വേണ്ടി. ബ്രോ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കും. നമ്മൾ ചെയ്യാം, നമുക്ക് നാളെ തന്നെ സ്ക്രിപ്റ്റ് റെഡിയാക്കാം. നോ, അത് പറ്റില്ല. നിങ്ങൾക്കൊരു ഐഡിയ വേണമെങ്കിൽ യു ഹാവ് ടു ലെറ്റ് ദ ക്രിയേറ്റീവ് പേഴ്സൺ ഡു ഇറ്റ് ഓൺ ദെയർ ഓൺ. ഗിവ് ദം ടൈം, നോട്ട് ലൈക്ക് മന്ത്സ്, ബട്ട് സ്റ്റിൽ ഒരു റീസണബിൾ ടൈം. നമുക്ക് മറ്റന്നാൾ തന്നെ ഷൂട്ട് ചെയ്യണം, വേറെ ഫെസിലിറ്റി ഇല്ല, ബട്ട് ക്രിയേറ്റീവ് ആയിരിക്കണം. ഐ ബി ലൈക്ക് ഓക്കെ മറ്റന്നാൾ ചെയ്യാം, പക്ഷേ ഇറ്റ് വോണ്ട് ബി ക്രിയേറ്റീവ്. നമുക്ക് ടിപ്പിക്കൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്ക് പോവാം. അതേ യു വാണ്ട് ഗിവ് മീ ടൈം ആൻഡ് യു വാണ്ട് ടേക്ക് ഇറ്റ് ടു ദ ബെറ്റർ ലെവൽ. അങ്ങനെ ഞാൻ അഹമ്മദിനെ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ഇൻ പേഴ്സൺ മീറ്റിംഗ് യു നമ്മുടെ ബറോസ് എന്ന് പറയാൻ വരുന്നു, ടെർബോ അല്ല പറയാൻ പറ്റില്ല, ബറോസിനെ അറബിക്കാക്കിയല്ലോ, നമ്മുടെ മമ്മൂക്കയുടെ ടെർബോ അറബിക് പ്രീമിയർ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഓക്സി വെച്ചിട്ട്. ദാറ്റ്സ് വെൻ യു ആർ മീറ്റിംഗ് ആൻഡ് ഐ സീ ഓൾ ദ ക്യാമറാസ് കമ്മിങ് ടു യു ആൻഡ് യു ഡബ് ഫോർ മമ്മൂക്ക. ഞാനത് കേട്ടപ്പോൾ ഇങ്ങനെ അറബിക്ക് മമ്മൂക്കൊക്കെ ഡബ് ചെയ്ത് ആൻഡ് മമ്മൂക്ക കെയിം ടു ദ സ്റ്റുഡിയോ. വാസ് ദ ഹോൾ പ്രോസസ്? അത് നേരിട്ട് ഒരാളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതൊരു ഐ തിങ്ക് ലാസ്റ്റ് ഇയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരുന്നു ലൈഫിൽ. ഇറ്റ് ഹാപ്പൻഡ് ഇൻ മെയിലാണ് മൂവി വന്നത്. ദെൻ ജൂൺ ജൂലൈ ആയിരുന്നു നമ്മുടെ project discussion with Samad and team, and then Ravin, and then the whole team came together. So the whole process was quick. കാരണം പെട്ടെന്നൊരു ദിവസം നമ്മൾ ഐഡിയ വരുന്നു, യെസ് പറയുന്നു, പിന്നെ സ്റ്റുഡിയോയിൽ ആൾക്കാരെ കാണുന്നു, and then we team up together and we do the work, and then the next time I'm opening my eyes, like ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാഗം ഫുള്ള് മാക്സിമം ഞാൻ നമുക്ക് വരണമെന്ന് അറിഞ്ഞു.
ഹി മൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് യു നോ വാട്ട്, നമുക്ക് എൻ്റെ ഭാഗങ്ങളെല്ലാം തീർക്കണം. ഇൻ കേസ് ഹി കംസ് ആൻഡ് ആസ്ക് നമുക്ക് ഈ ഭാഗം കാണുമെന്ന് പറഞ്ഞാൽ അത് റെഡി ആയിരിക്കണം. സോ അത് ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് തീർത്തു ബിഫോർ ലൈക്ക് ഡേ ഓർ 2 ബിഫോർ ദ പ്രീമിയർ ഉണ്ടായിരുന്നു, മറ്റേ ഇതിന് ട്രെയിലർ ലോഞ്ച്, നോട്ട് ദ മൂവി പ്രീമിയറിനായിരുന്നു ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ വന്നത്. അതെ, പക്ഷേ ട്രെയിലർ ലോഞ്ചിനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിലോട്ട്. സോ ആ സമയത്താണ് സ്റ്റുഡിയോ വെച്ചിട്ട് വന്നത്. സോ നേരത്തെ അതെ സോ അത് അപ്പം ഐ എം സ്റ്റിൽ ഞാനൊരു ട്രാൻസിലായിരുന്നു, ലൈക്ക് ഇത് വാട്ട് ഇസ് ഹാപ്പനിങ്. പിന്നെ സ്റ്റുഡിയോയിലോട്ട് എത്തി ആൻഡ് ദെൻ സംഹൗ ഹി വാസ് ലൈക്ക് നമുക്ക് ഈ ഭാഗം കാണാം ആ ഭാഗം കാണാം. ഒരു ഭാഗം കണ്ടപ്പോൾ ഇസ് ലൈക്ക് ലെറ്റ്സ് റീഡു ദ ലാസ്റ്റ് പാർട്ട് ഒന്ന്. എന്നിട്ട് ദർ വാസ് ദിസ് വൺ പോയിന്റ് വെരി ലുക്ക്ഡ് ആൻഡ് ഹി വാസ് ലൈക്ക് ആളവിടെ എന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി എന്നുവെച്ചാൽ സ്റ്റുഡിയോ കയറി നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന്. ഞാൻ സ്റ്റുഡിയോ കയറി മൈക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് റൂമിൽ നോക്കുമ്പോൾ ഇതുപോലത്തെ സ്റ്റുഡിയോ മൈക്കകത്തും ആൾ പുറത്തും. അവിടെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. സൗണ്ട് എഞ്ചിനീയർ തൊട്ട് ബാക്കിൽ നമുക്ക് നിൽക്കേ ഇങ്ങനെ മറ്റേ ചെയറിൽ കൈ വെച്ചിട്ട്. സോ ഹീസ് ഡയറക്റ്റിങ് മീ. അപ്പം ഞാനിങ്ങനെ അത് വെച്ചിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണത്? ഐം ലൈക്ക് അത് ജോസഫ് അലക്സ് അല്ലേ, എൻ്റെ മനസ്സിൽ അതാ കഥാപാത്രം. എന്നിട്ട് ഐം ലൈക്ക് ലുക്കിംഗ് അറ്റ് ഹിം ലൈക്ക് യു നോ ഹീസ് ടെലിംഗ് ഐ എം ലോസ്റ്റ്. അപ്പോൾ എനിക്ക് ആ ഇത് കിട്ടുന്നില്ല. ദെൻ വി ഹാഡ് ടു റീടേക്ക് ദാറ്റ് സെയിം പാർട്ട് ഫോർ ലൈക്ക് 6-7 times. ഭാഗ്യത്തിന് ഞാൻ തെറ്റിച്ചുകൊണ്ട് വി കുഡ് സ്പെൻഡ് മോർ ടൈം ടുഗദർ. ഞാൻ പേടിച്ചിട്ട് തെറ്റിച്ചൊന്നുമല്ല. And he appreciates all the youngsters who come into the field. അവർക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കാറുണ്ട്. And he knows what's happening. He's updated with everything. Like he even suggested AI translation. Like he knows what's happening in the media fields. He knows things about the advancement of everything. Like നമ്മൾ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ we know he's like insane on the level of direction. But he's young. നമ്മുടെ ജനറേഷനിൽ കൂട്ടാം. എന്റെ ഫേവറേറ്റ് ആക്ടർ അതാണ്. ഭയങ്കര എക്സ്പ്രഷൻസ്, ഓവർ എക്സ്പ്രഷൻ. ഞാൻ ചളവാക്കിക്കൊണ്ടിരിക്കുന്നത്. കഥ എന്റെതാ. ഈശ്വര. So we know Prithviraj on a directorial level, he is getting to that spot. He'll soon become I know where he's going. എനിക്കറിയാം Prithviraj is like the guy who will bring Malayalam cinema to the വേറെ ലെവൽ. ബട്ട് പൃഥ്വിരാജിന് അപ്ഡേറ്റ് ആയിരിക്കണം പറയുമ്പോൾ he has to be, because he knows everything. Technical knowledge ആയാലും he has it because he is in that direction. Mammootty on the other hand, he is a senior actor, but he is updated with everything because he wants to know. He is the guy who would actually take up new roles. And the last year experiments are like Brahmayagam and all is like not like something anybody can do. Yeah. The script choice he's making recently is and then to pull it off. Just 4 characters. The entire thing is like adu cheyannu parna it's amazing. So angantha oralanu as an artist, extreme respect to Mammootty for that. Oru Mammootty dialogue in Turbo. Adu maximum adine background il silence ah, so it has to be full impact larikkanam adu. So it goes like ترى في احتمال اني اموت هني بس اذا مت انا جات ال15 واحد قبلي واولهم بتكون انت. ആവരുത്. TEDx talks. I saw in your profile TEDx. Okay, so TEDx is something I listen to, like നല്ല motivation ഒക്കെ വേണം. I listen to the motivational side. അപ്പം what is your topic on TEDx? അതുകൊണ്ട് പറഞ്ഞു. And what was the experience doing it? TEDx ആദ്യം വന്നത് ഇവിടുത്തെ ദുബായിലുള്ള TEDx ആയിരുന്നു, ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. So Pooja was the organizer. She contacted me and she was like, she's organizing the whole thing. She did everything in that. അപ്പോൾ അതിന് they focused on my career, like എവിടെ നിന്ന് എങ്ങോട്ട് പോയി. Then I said, why not do it like never put your eggs in one basket. So multiple careers ഉണ്ടാക്കാൻ നോക്കാം, because you can. So that was my first topic. Pinna second TEDx was 3 days later in Georgia. 2003. TSMU 2023 ഡിസംബറിൽ. സോ എൻ്റെ മനസ്സിൽ 2 സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സോ ഐ ഹാഡ് ടു ഡു ലൈക്ക് 3 days ഗ്യാപ്പേ ഉള്ളൂ. നമ്മളാണോ ചൂസ് ചെയ്യുന്ന ടോപ്പിക്സ് ഓർ നോ ദേ ഹാവ് എ തീം. ഓക്കെ, തീമിൽ ആ തീമിൽ നമ്മൾ ദേ ഓൺലി കോൺടാക്ട് പീപ്പിൾ ഹു ക്യാൻ ഡു സംതിങ് ഇൻ ദാറ്റ് തീം. സോ ഐ തിങ്ക് ജോർജിയയുടെ തീം was languages, like how did you master a language, അതാണ് അവരുടെ മെയിൻ. സോ that was the theme. And then we had the third one ഏപ്രിലിൽ നാട്ടിലായിരുന്നു, ഇവിടെ അങ്കമാലി. അവിടെ ഇറ്റ് വാസ് അബൌട്ട് സ്പേസ് ടെക്നോളജിയിൽ ചെറിയ മാറ്റങ്ങൾ, ഹൗ ക്യാൻ സ്മോൾ ചേഞ്ചസ് ക്രിയേറ്റ് ബിഗ് ഇമ്പാക്റ്റ്. അപ്പോൾ അതുപോലത്തെ കുറച്ച് ഇൻസ്റ്റൻസസ് എടുക്കാം ഫ്രം സ്പേസ് റേസ്, പഴയ സ്പേസ് റേസ് എന്ന് എടുത്തിട്ട് ഐ എക്സ്പ്ലെയിൻ ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് യൂസിങ് ദീസ് സ്മോൾ ചേഞ്ചസ് ഈവൻ ഇൻ യുവർ ലൈഫ്. നമ്മുടെ മനസ്സിൽ ചെറിയൊരു ചിന്ത ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വിൽ സീ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. ബട്ട് മാറ്റാനുള്ള ചെറിയ ഭാഗമേ ഉള്ളൂ, പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ വിൽ സീ ദ ഡിഫറൻസ്. അതായിരുന്നു മൂന്നാമത്തെ ടോക്ക്.
സോ ഐ ജസ്റ്റ് ഡിഡ് 3. അതിന് വേണമെങ്കിൽ നമുക്ക് ലാലേട്ടന്റെ മണിച്ചിത്രത്താഴിലെ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത്? മറ്റേ ചെറിയൊരു ചേഞ്ച് അല്ലേ മറ്റേ ഒരു കിളി പറഞ്ഞു പോയത്. ആ മാറ്റം നമുക്ക് ചിലപ്പോൾ മതി, അത് മതി. ആക്ച്വലി ഒരാൾ മതി, ഒരാളുടെ ഒരു വാക്ക് മതി. ലൈഫ് ഒന്നെങ്കിൽ താഴോട്ട് പോകാൻ അല്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ. Coming to the last part, I have something like a segment where I'll be saying few things. You can just say I have or I have not. Felt guilty on spending on something. Spending on something materialistic. Yeah. Not a person. It can be something or someone. Oh, someone maybe yes. Okay. But again, guilt എന്ന് പറഞ്ഞാൽ like I know there are lessons in that, but I still feel like വേണ്ടിയിരുന്നില്ല. Yeah, something no. കാരണം I never feel like എനിക്ക് എന്നെ പാമ്പർ ചെയ്യാൻ ഞാൻ പലതും വാങ്ങിച്ചിട്ടുണ്ട്. I never feel guilty. Even if that is for happiness. Yeah. തിരിച്ച് വിൽക്കാൻ പറ്റിയില്ലെങ്കിലും I'm not guilty because I had my fun with it. Found it hard to explain what you do exactly. എന്ത് ഈ ജോലി ചെയ്യുന്ന മോനെ എന്ന് നാട്ടിൽ ചോദിക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പറയാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലാവില്ല പല കാര്യങ്ങളും. സോ അത് പറയാതിരിക്കാൻ ഞാൻ നൈസായിട്ട് യൂണിവേഴ്സിറ്റി ആണെന്ന് അവർക്ക് അറിയാം ജോലി ചെയ്യണത്. പ്രൊഫസർ ജയന്തി. Spoken Arabic or other languages to avoid a conversation. ഞാൻ കണ്ടു. എല്ലാം ഇത് എനിക്കുള്ള ചോദ്യങ്ങളാണോ? സ്പോക്കൺ അറബിക് ടു അവോയ്ഡ് എ കോൺവെർസേഷൻ. You don't want to talk to someone. എനിക്ക് അവരെന്തെങ്കിലും പറയുമ്പോൾ അറിയാത്ത അറബിക്കിൽ എന്തെങ്കിലും പറയാം അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജിലോ. ഐ തിങ്ക് ട്രാവൽ ചെയ്തപ്പോൾ ഐ ന്യൂ ലൈക്ക് ഇൻ കേസ് അറബിക്ക് പറഞ്ഞ പ്രശ്നമാവും. ഒരു സ്ഥലത്തുണ്ടായിരുന്നു, അതേ സ്ഥലം ഞാൻ പറഞ്ഞില്ല. സോ അവിടെ ഐ ഹാഡ് ടു ബബ്ബ അടിച്ച് ടൂറിസ്റ്റ് ആണ്, അറിയാത്ത ആളാണ്, അങ്ങനെ പറഞ്ഞു വിട്ടു. അതൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. Okay. Got late to a get together and put up an excuse. Every time. ഇതെന്റെ ലൈഫിലുള്ള ലെസൺ ആണ്. ഇത് ലെസൺ അല്ലേ, ഇതെന്റെ ഡെയിലി പുട്ട് അപ്പ് ആൻ എക്സ്ക്യൂസ്. ഓഫ് കോഴ്സ് എന്തായാലും അവിടെ എന്തായാലും ലേറ്റ് ആവും. സോ വാട്ട്, നമ്മൾ സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടാ പോവാ. വഴി വന്നു പോയ ആന. ഞാൻ സ്ഥിരം ഇടും. ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഒരു ചെറിയൊരു കോൾ കുറച്ച് തിരക്കായി പോയി. അതെ, കോൾ വന്നു. പിന്നെ എനിക്ക് ആക്സസറീസ് ചെയ്തിടണമെന്ന് അറിയില്ല. ആ കൺഫ്യൂഷനിൽ നിന്നുപോയി. Had social anxiety and skipped an event? No. Social anxiety, skipped an event. Can't think of. I skipped an event. Event skip ചെയ്തിട്ടുണ്ട് because I didn't feel like going. Yeah, that could be part of social anxiety also, right? Not because of social anxiety. അവിടെ പോയിട്ട് എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല, വൈബ് മാച്ച് ആവാത്തതുകൊണ്ട്. Like after I said yes, sometimes I think about like വേണ്ട, it doesn't feel right. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും I won't feel good. So ഇത് energy check always. Energy check അത് anxiety അല്ല, പക്ഷേ energy check. You people watch. എന്ത് people watch? People watch? അങ്ങനെ സാധനമുണ്ട്. എന്താ? ഇങ്ങനെ വെറുതെ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരെയും നോക്കിയിട്ട് വായി നോക്കല്. അങ്ങനെ മലയാളത്തിൽ പറ. എന്തിനാ പറഞ്ഞ ഇങ്ങനെ സോഷ്യൽ ഇംഗ്ലീഷ് പറഞ്ഞ പിന്നെ യു തിങ്ക് യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ ബൈ പുട്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഇൻ ഇറ്റ്. പീപ്പിൾ വാച്ച്, വായി നോട്ടം. ഓപ്പോസിറ്റ് ജെൻഡർ മാത്രമല്ല, സെയിം ജെൻഡറുള്ള ആൾക്കാർ നോക്കാൻ പറ്റും. താങ്കൾ സെയിം ജെൻഡർ വായി നോക്കാറില്ലേ? എക്സാക്ട്ലി അതേ ചെയ്യാറുള്ളൂ നിങ്ങൾ. എന്ത് നല്ല രസം, അതെ, എന്ത് ഭംഗിയാ. നല്ല രസം ഡ്രസ് ഇട്ടിരിക്കുന്നു. അതെ, ഡ്രസ് ഇട്ടിരിക്കുന്നു, നല്ല ലുക്കാണ്. ഒരു കഫലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കുറിച്ച് നോക്കി അവരെ കുറിച്ച് ആലോചിച്ച് ചിലർ നോക്കാറില്ല, ചിലർ മൈൻഡ് പോലും നോക്കാറില്ല. ബട്ട് എല്ലാവരും നോക്കാൻ പറ്റില്ലല്ലോ. അട്രാക്ഷൻ കണ്ടിട്ട് വാവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. സോ അങ്ങനെ മാത്രമല്ല, നമ്മൾ ജനറലി ഇങ്ങനെ കാണുന്ന സമയത്ത് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്വഭാവം യു ഹാവ്, റൈറ്റ്? ബിക്കോസ് അത് ഒബ്സർവേഷൻ ഈസ് വൺ ഓഫ്. എനിക്ക് ഒബ്സർവേഷൻ ഭയങ്കര, ആൾക്കാർ മാത്രമല്ല എല്ലാം എന്ത് നടന്നാലും ഐ ലൈക്ക് ടു ലൈക്ക് ടു ലുക്ക് ആൻഡ് നോ ഹൗ ഇറ്റ് വർക്ക്സ്. അത് പിന്നെ ചില ബിഹേവിയർ, ആൾക്കാരുടെ സ്വഭാവം, പെരുമാറ്റവും, ഗോഷ്ടി, അതൊക്കെ കണ്ടിരിക്കാൻ. യൂസ്ഡ് എ ഫേക്ക് നെയിം സംവെയർ. എന്തായിരുന്നു അത് പറയാൻ പറ്റും. Some people don't really have to know your real name. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലേ, നോട്ട് ലൈക്ക് എനി ക്രൈം ഒന്നുമല്ല, ബട്ട് ഓക്കെ, ദിസ് ഈസ് എ ഫൺ വൺ. സോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെറുതെ, ഫ്രണ്ട് അല്ല, ഇറ്റ് വാസ് ആക്ച്വലി എ ഡേറ്റ്. ഞാൻ ഫ്രണ്ട് പറഞ്ഞു, ഇപ്പൊ ഫ്രണ്ടാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരമായിട്ട് കണക്റ്റഡ്. ഗിൽറ്റി ഓൺ സ്പെൻഡിങ്. ഇല്ലല്ലോ, അയ്യോ, നോ 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 നോ, അങ്ങനെ പറയാൻ പറ്റില്ല. സോ ഇറ്റ് വാസ് എ ഡേറ്റ് ആൻഡ് ദെൻ വി എൻഡഡ് അപ്പ് അറ്റ് എ റെസ്റ്റോറൻറ്റ്. And then they assumed നമ്മൾ മാരീഡ് ആണെന്ന്. And then I looked at her and I was like, you know what, let's keep this going. എന്നിട്ട് we had our own name. She was Mariama and I was Thangachan from somewhere. And then we actually did the character for the entire day. എവിടെ പോയാലും we acted like a married couple. അടി ബഹളം, നീ വീട്ടിലോട്ട് അടി.
അത് നിങ്ങളെ കെട്ടി അന്നോടല്ലേ അതാണ് ലൈക്ക് യു വർ ഡൂയിങ് ദാറ്റ് തിങ് ആൻഡ് ദെൻ ദേ ആക്ച്വലി പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് വാസ് ഫൺ. That was a fun thing actually. I think. കൊള്ളാലോ. But then we met the next year. Okay. Then we went to the same place. And then at Ammachiyade work in Ammachi. Vale visheshamaayile. And I'm like, yeah. ഞാൻ നേരെ തിരിച്ച് ചെയ്തല്ലോ. I'm married, so I'm going to. You act like Not married. ഏതൊക്കെയാണ്? ആളുടെ പേരെന്താ? നിഖിൻ. എന്തൊരു ഭാഗ്യവാൻ. ഇങ്ങനത്തെ ഒരു ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. Okay. Act divorced. Sure. Okay. The last question. Practice the brand name to pronounce it correctly. Yeah. ഞാനത് മോളിൽ പോയിട്ട് സ്ഥിരം ചെയ്യുന്ന കാര്യം. എന്തായിരിക്കും? കാരണം അവിടെ പോയി കഴിഞ്ഞിട്ട് തെറ്റാണ്. ലൂയിസ് വോയ്റ്റോൺ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐ തിങ്ക് നമ്മൾ VOLKS അറിയോ മറ്റേ വണ്ടി? എങ്ങനെ പറയാത്? എനിക്കറിയാം, അറിയില്ല. അങ്ങനെ വോക്സ് വാഗൻ അല്ലേ പറഞ്ഞത്? ഫോക്സ് വാഗൻ. അതാണ് ജർമ്മൻ. കട്ട് ചെയ്യരുത്. ഇതൊക്കെ മറ്റേ BMW ഇല്ലേ? ഇറ്റ്സ് ആക്ച്വലി BMW. ആക്ച്വലി ജർമ്മനിയിൽ അങ്ങനെയാണെന്ന് എന്റെ ബ്രദർ പറഞ്ഞു. എന്തോ ബ്രോയിൻസെക് മോട്ടോഴ്സ് വർക്ക്സ് എന്നാണ് അതിന്റെ ഫുൾ പേര്. അപ്പൊ അതാണ് BMW എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഐ നോ നെക്സ്റ്റ് വീക്ക് ഇസ് യുവർ ബർത്ത്ഡേ, January 19th. അപ്പോൾ ആദ്യം ഗിഫ്റ്റ് തരുന്നത് ഞാൻ തന്നെ ആവാം. ഐ ഡോണ്ട് നോ ഇഫ് യു സെഡ് യു ആർ നോട്ട് ഈറ്റിംഗ് സ്വീറ്റ്സ്, ബട്ട് സ്റ്റിൽ സ്വീറ്റ്സ്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഞാനൊരു വാച്ചാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ പറഞ്ഞ പോലെ മുന്നത്തെ പോലെ വളർന്ന് വരും. നമ്മൾ അന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ കഴിക്കോ? ഞാനോ? ഞാൻ എന്തും കഴിക്കും. എനിക്ക് വേണ്ടി തന്നെയാണോ? ഇനി ക്യാമറ കട്ട് ചെയ്ത് തിരിച്ചു എടുക്കണം. അപ്പൊ എന്തായാലും അഹമ്മദ്, ഒഫീഷ്യലി താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. അപ്പൊ ഇനി ഞാൻ വളർന്ന് പന്തലിച്ച് നമുക്ക് വീണ്ടും മറക്കരുത്. ആ ഡയറക്റ്റ് എനിക്കൊരു ഓട്ടോഗ്രാഫ് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദ ഷോ. താങ്ക് യു. വിടമാട്ടെ.